അജയൻ്റെ രണ്ടാം മോഷണം ഏറെ ആദ്യം തന്നെ പറയാനുള്ളത് മലയാളത്തിൽ ഈ അടുത്ത് ഇതുപോലത്തെ സിനിമ അധികം അങ്ങ് ഇറങ്ങിയിട്ടില്ല. ഈ അടുത്തെന്നല്ല, ഇങ്ങനത്തെ ഒരു ജോണർ പടം വന്നിട്ടില്ല. അടിപൊളി സ്ക്രിപ്റ്റാണ് പടത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ടോവിനോനെ തന്നെയാണ്. പുള്ളി നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, 3 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൽ ആ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ പുള്ളിയുടെ എക്സ്പ്രഷനും ഒന്നും രക്ഷയില്ല, അടിപൊളിയാണ് തിയേറ്ററിൽ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വലിയ അഡ്വാൻറ്റേജ് പടത്തിൽ ഒറ്റ മിസ്കാസ്റ്റ് ഇല്ല. പക്കയായിട്ടാണ് ഓരോ റോളിനും ഓരോ ആൾക്കാരെ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ഡയറക്ടർ പണിയെടുപ്പിച്ചിട്ടുണ്ട്. കൃതി ഷെട്ടീനെയൊക്കെ നിങ്ങൾക്ക് പടത്തിൽ കണ്ടാൽ മനസ്സിലാവും, നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു ഒരു മിസ്കാസ്റ്റ് എവിടെയും തോന്നത്തില്ല, ഇവർ ഈ റോളിന് ചേരുന്നില്ല എന്നുള്ളൊരു സംഭവം തോന്നത്തില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള BGMസും അതുപോലെ തന്നെ പാട്ടൊക്കെ എല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് പടത്തിൽ. സോ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ